രോഹിത് വെമുലയുടെ മരണത്തിന്റെ പേരിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അർബൻ നക്സലുകളും രാജ്യമെമ്പാടും നടത്തിയത് കലാപ്രശ്നമെന്ന് യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാംരാജ്. രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ബന്ധമില്ലെന്ന സത്യം പുറത്തുവന്ന സാഹചര്യത്തിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ശ്യാംരാജ് ആവശ്യപ്പെട്ടു. രോഹിത്തിന്റെ മരണം ആഘോഷിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റു സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ വ്യാജ അജണ്ട മുൻനിർത്തി പ്രചാരണം നടത്തുകയായിരുന്നുവെന്നും ശ്യാംരാജ് ജനം ടിവിയോട് പറഞ്ഞു. രോഹിത് വെമുലയുടെ മരണം കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അർബൻ നക്സലുകളും സത്യത്തിൽ ആഘോഷിക്കുകയായിരുന്നു. ആ ഒരു വാക്കാണ് പ്രയോഗിക്കേണ്ടത്. ഇന്ത്യ ഒട്ടാകെ അവർ വലിയ രീതിയിലുള്ള കലാപത്തിന് തത്തുല്യമായിട്ടുള്ള വലിയ വലിയ സമരങ്ങൾ കൊണ്ടാടി. പക്ഷേ യഥാർത്ഥം എന്താണ് എന്ന് അന്വേഷിക്കാനോ അതിൻ്റെ പിറകെ പോകാനോ ആരും തയ്യാറായിട്ടില്ല. ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ നിന്ന് അവിടുത്തെ പോലീസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചിട്ട് കേസ് ക്ലോസ് ചെയ്തതനുസരിച്ചിട്ട് രോഹിത് വെമുല SC കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ ഒരു അവസരത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയും അവരുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. കാരണം രാജ്യത്തൊട്ടാകെ പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അവർ വലിയ വലിയ സമരങ്ങൾക്കപ്പുറത്തേക്ക് കലാപശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സമൂഹത്തിൽ വലിയ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ നടത്താൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയ പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിവരം പുറത്തു വന്ന സമയത്ത് ഇപ്പോൾ തെലങ്കാന ഭരിക്കുന്നത് BJP അല്ല, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അലയൻസ് അല്ല, കോൺഗ്രസ് ഭരിക്കുന്നതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ കോൺഗ്രസ് ഭരിക്കുന്ന രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള തെലങ്കാനയിലെ പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് രോഹിത് വെമുലയുടെ മരണത്തിൽ ABVPക്കോ BJPക്കോ മറ്റേതെങ്കിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതുമാത്രവുമല്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അദ്ദേഹം SC കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും ആ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് ഒരുപക്ഷെ പുറത്തറിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ തിരികെ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഭയപ്പാടോടും കൂടിയാണ് എന്നാണ് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം മറച്ചു വെച്ച് രാജ്യത്തൊട്ടാകെ കലാപം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവർ ആശയം പേറിയിട്ടുള്ള അർബൻ നക്സലുകൾ ഇവർ രാജ്യത്തോട് തന്നെ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. സത്യത്തിൽ ആ ഒരു രോഹിത് വെമുലയുടെ മരണം കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അർബൻ നക്സലുകളും ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള വലിയൊരു പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ്.